ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം മന്ത്രം 7. ഉണരരുതിന്നിയുറങ്ങിടാതിരുന്നീടണം അറിവായിതിനിന്നയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം മന്ത്രം 7. ലോകവാസനകളിലേക്ക് ഇനി ഉണരരുത്. ഞാൻ അറിവാണ്, അതായത് ആത്മാവാണ് എന്നതിൽ ഉറക്കം വന്നു പോകാതെ ഇരിക്കണം. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ വർദ്ധിക്കുന്നതിന് ഇപ്പോൾ ഞാൻ യോഗ്യനല്ല എന്ന് സ്വയം തോന്നുന്നുവെങ്കിൽ പ്രണവരഹസ്യം ഉള്ളിൽ ഉണർന്ന ജനന മരണങ്ങൾക്ക് അതീതനായി ജീവിക്കുന്ന ഗുരുവിനെ സേവിച്ച് അവിടുത്തെ പ്രസാദം നേടുന്നതിന് തൻ്റെ ശാരീരികവും മാനസികവും ഒക്കെയായ സത്തയെ ആ ഗുരുവുമായി പാരസ്പര്യപ്പെടുത്തിക്കൊള്ളേണ്ടതാണ്. വിഷയങ്ങളെയല്ല നാം ആത്യന്തികമായി അറിയേണ്ടത് നമ്മെ തന്നെയാണ്. അതിനാണ് ഗുരു ഊന്നിപ്പറയുന്നത് ഉണരരുതിനി എന്ന്. ഇതിനർത്ഥം കിടന്നുറങ്ങണം എന്നല്ല. നാം മറന്നു പോകുന്നു ആത്മസ്ഥിതനാണ് എന്നുള്ള കാര്യം. ഞാൻ ആത്മാവാണെന്ന കാര്യം മറന്നാൽ അതൊരു ഉറക്കമാണ്. അതുകൊണ്ട് ഉറങ്ങാതെ അറിവായിരിക്കണം. മഹാഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അറിവും ആത്മാവും ഒന്നു തന്നെയാണ്. എല്ലാവർക്കും ഇങ്ങനെ ആത്മനിഷ്ഠ കിട്ടിയെന്നു വരില്ല. ഇതൊരു അയോഗ്യതയാണ്. ഈ അയോഗ്യതയെ നമ്മൾ തിരിച്ചറിയണം. സ്വയമേ ആത്മജ്ഞാനം നേടാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ഒരു ഗുരുവിനെ സമീപിക്കണം. ആ ഗുരുവാകട്ടെ അന്തരാത്മാവിൽ നാദാനുഭൂതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മഹാത്മാവാണ്. ഗുരുവിന്റെ 2 ലക്ഷണങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്: പ്രണവമുണർന്നവൻ എന്നും പിറപ്പൊഴിഞ്ഞവൻ എന്നും. ഇങ്ങനെയുള്ള ഗുരുവിനെ തന്നെ കണ്ടെത്തണം. എന്നിട്ട് ആ ഗുരുവിനെ സേവിച്ച് മുഴുവൻ ശ്രദ്ധയും വിശ്വാസവും ഗുരുവിൽ അർപ്പിച്ച് ജീവിക്കണം. അങ്ങനെ നമുക്ക് യോഗ്യരാകാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.